ഹലോ, ഞാൻ അബൂബക്കർ തിരുനാവായ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദീർഘദൂര യാത്രയിൽ ഉച്ചയൂണ് കഴിക്കാനായിട്ട് പല ഹോട്ടലുകളും തിരയുന്നവരുണ്ട്. ഹൈവേയിൽ കൂടെ ആറുവരിപ്പാതയിലൂടെ പോകുമ്പോൾ ഉച്ചയൂണിൻ്റെ സമയമായാൽ എവിടെ എക്സിറ്റിൽ ഇറങ്ങിയാലാണ് നല്ലൊരു നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലം എന്ന് ചിന്തിക്കുന്നവരും അന്വേഷിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്നവർക്കാണ് ഈ വീഡിയോ കേട്ടോ. കോട്ടക്കൽ പുത്തനത്താണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വരുന്ന വാഹനം എക്സിറ്റ് അടിക്കുക. എക്സിറ്റ് അടിച്ച് സർവീസ് റോഡിൽ കൂടി വരുമ്പോൾ കിട്ടുന്നതാണ് വെട്ടിച്ചിറ. വെട്ടിച്ചിറ സർവീസ് റോഡിന് എത്തിക്കഴിഞ്ഞാൽ വെട്ടിച്ചിറ ജംഗ്ഷനും കഴിഞ്ഞ് നേരെ വളാഞ്ചേരി റോഡിൽ വന്നാൽ ഈ വനിതകൾ നടത്തുന്ന ഈ നാടൻ ഭക്ഷണം നിങ്ങൾക്ക് നല്ല വിശാലമായ പാർക്കിങ്ങോട് കൂടി നല്ല നാടൻ ഭക്ഷണം കഴിച്ചു പോകാം. അപ്പോൾ ഈ ടേബിളും കസാലകളൊക്കെ കാലിയായി കിടക്കുന്നത് ഉച്ചയൂണിൻ്റെ ടൈമിലല്ല കേട്ടോ. ടൈം ആകാത്ത കാരണം കൊണ്ടാണ്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ സർവീസ് റോഡ് നേരെ ചെന്നാൽ തന്നെ ഈ ടോൾ പാസ കിട്ടും. ടോൾ പാസ കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാൻ കഴിയും. അതുപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ ഭാഗത്തേക്ക് ആറുവാരി പാതയിലേക്ക് വരുന്നവർക്ക് വെട്ടിച്ചിറ ടോൾ പാസ കഴിഞ്ഞതിന് ശേഷം ഇടത്തോട്ട് സർവീസ് റോഡിൽ കയറി ബ്രിഡ്ജിന് താഴെ യൂട്ടൺ ചെയ്ത് വന്നാലും ഹോട്ടലിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും. സ്വസ്ഥതയോടുകൂടി ഇരുന്ന് നല്ലൊരു ഉച്ചയൂണ് കഴിക്കാൻ പലരും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും ഇതിന് ബാധിക്കില്ല. ആറുവരിപ്പാതയിലൂടെ കോഴിക്കോട്ട് നിന്ന് വരുന്നവർക്കാണെങ്കിൽ പുത്തനത്താണിയിൽ നിന്ന് എക്സിറ്റിലേക്ക് ഇറങ്ങണം, എന്നാലേ ഈ ഹോട്ടൽ കിട്ടുകയുള്ളൂ. അതും കൂടി ഞാൻ പറഞ്ഞു തരുന്നു. ആറുവരിപ്പാതയിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള എക്സിറ്റ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചു വരികയാണെങ്കിൽ ഈ ഹോട്ടൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും. അപ്പോഴേ ഊണ് എത്രയാണ് ചാർജ്? 60 രൂപ. വല്ല കരിയും പൊരിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പൈസ കൂട്ടും. വിശാലമായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഊണ് കഴിക്കാൻ പറ്റിയൊരു ഇടാണ്. നല്ല ഭക്ഷണമാണ്. ഇവർ രണ്ടുപേരും തന്നെ ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട. പാർക്കിങ്ങും വളരെ സൗകര്യം പുറത്തുണ്ട്. ഇവരാണ്. എന്തെങ്കിലും പേര് നിങ്ങളെ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുക. ടെലിഫോൺ നമ്പറുണ്ട്, നിങ്ങൾക്ക് വിളിച്ചാലും ലൊക്കേഷൻ ചോദിച്ചാലും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.